ദിലീപ്, നമ്മൾ പറഞ്ഞു വന്നത് CPI എന്ന് പറയുന്ന ഇടതുപക്ഷ പാർട്ടിക്ക് ഉണ്ടാകുന്ന മാനക്കേടിനെ കുറിച്ചും അവരുടെ മുഖം നഷ്ടത്തെപ്പറ്റിയും അവരുടെ തലയിൽ മുണ്ടിടേണ്ടുന്ന അവസ്ഥയെപ്പറ്റിയുമാണ്. നോക്കൂ, ഏത് CPI എന്ന് ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷി ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്ക് താങ്ങാനാവാത്തതാണ്. അതുകൊണ്ടാണല്ലോ ബിനോയ് വിശ്വം അത് അരാഷ്ട്രീയ മറുപടിയാണ്, അരാഷ്ട്രീയ ചോദ്യമാണെന്ന് പറയേണ്ടിയും വരുന്നത്. ഉറ്റുനോക്കുന്നത് CPI ഈ വിഷമവൃത്തത്തിൽ, ഈ അസ്തിത്വമില്ലായ്മയിൽ എന്തു ചെയ്യും എന്ന് തന്നെയാണ്. ദിലീപ്, ഹാഷ്മി, CPIയെ സംബന്ധിച്ച് എങ്ങനെ ഈ നാണക്കേടും അവർ കേൾക്കുന്ന തുടർച്ചയായ തിരിച്ചടികളും നേരിട്ടുകൊണ്ട് ഈ മുന്നണിയിൽ നിൽക്കും എന്നതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. അത് പാർട്ടി പ്രവർത്തകരോടും അണികളോടെങ്കിലും CPI നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ ഒരു തൃപ്തികരമായ വിശദീകരണം നൽകേണ്ടി വരും. കാരണം CPI പരസ്യമായി ഉന്നയിക്കുന്ന പല കാര്യങ്ങളും അത് കേട്ടമട്ടെടുക്കാതെയാണ് CPM നേതൃത്വം പല നിർണായക കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത്. അത് നേരത്തെ പാലക്കാട്ടെ ബ്രൂവറി വിഷയത്തിലടക്കം നമ്മൾ കണ്ടതാണ്. ബ്രൂവറി വിഷയത്തിൽ CPIക്ക് വ്യത്യസ്തമായ അഭിപ്രായമായിരുന്നു. LDF യോഗം ഇക്കാര്യം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിനൊന്നും CPM നേതൃത്വം വഴങ്ങിക്കൊടുത്തിരുന്നില്ല. CPIയുടെ അഭിപ്രായം കേട്ടതായി പോലും CPM നേതൃത്വം ആ നിലയിൽ അവർ അത് ചെവിക്കൊണ്ടിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ ബ്രൂവറി വിഷയത്തിൽ വലിയ തിരിച്ചടി CPIക്കുണ്ടായി. ആ തിരിച്ചടി PM ശ്രീ പദ്ധതിയിൽ ഉണ്ടാകരുത് എന്നായിരുന്നു ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന CPI സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്ത ഭൂരിപക്ഷവും ആ വികാരമാണ് പ്രകടിപ്പിച്ചിരുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണെങ്കിൽ, അതായത് നിലവിലെ നിലപാട് മാറ്റേണ്ടി വരികയാണെങ്കിൽ, PM ശ്രീ പദ്ധതിയെ പിന്തുണയ്ക്കേണ്ടി വരികയാണെങ്കിൽ അത് സംസ്ഥാന കൗൺസിൽ യോഗം ചർച്ച ചെയ്യാം എന്ന് ബിനോയ് വിശ്വം ഉറപ്പു നൽകി മിനിറ്റുകൾ കഴിഞ്ഞില്ല. അതിനകം തന്നെ ആ വാർത്ത പുറത്തു വന്നു, PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടിരിക്കുന്നു എന്നത്. അതായത് CPIക്ക് ഒരു വിലയും CPM നേതൃത്വം നൽകുന്നില്ല എന്നതിൻ്റെ വ്യക്തമായ സൂചനയായിരുന്നു ഈ ഏറ്റവും ഒടുവിലായി PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട കാര്യം. ഇതിൽ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. CPM നേതൃത്വം പറയുന്നത് കൃഷി വകുപ്പിനും ആരോഗ്യ വകുപ്പിനും ഒക്കെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നിന്നുള്ള പണം വാങ്ങാം. അവർ വാങ്ങുന്ന ഈ പണം വാങ്ങുന്നതിനൊപ്പം ഒപ്പിട്ട് കൊടുക്കുന്നതിൽ കേന്ദ്ര നിബന്ധനകൾ അംഗീകരിക്കാം, പാലിക്കാം എന്നൊക്കെ പറഞ്ഞാണ് അത് ഒപ്പിട്ട് കൊടുക്കുന്നതും പണം വാങ്ങുന്നതും. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിന് മാത്രം പണം വാങ്ങുന്നതിന് എന്തിന് തടസ്സം നിൽക്കണം എന്ന ചോദ്യമാണ് മന്ത്രി V ശിവൻകുട്ടി അടക്കം ഉയർത്തുന്നത്. പക്ഷേ അതിനെ എതിർക്കുന്ന CPI നേതൃത്വം അടക്കം ചൂണ്ടിക്കാട്ടുന്ന കാര്യം ഈ ആരോഗ്യ വകുപ്പിലായാലും കൃഷി വകുപ്പിലായാലും മറ്റു കാര്യങ്ങളിലുമൊക്കെ അത് പദ്ധതികളുടെ കാര്യമാണ്. അതിൽ പ്രധാനമന്ത്രിയുടെ ഒരു ചിത്രം വെച്ചു, ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ പേര് കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് നയപരമായ മറ്റു വിഷയങ്ങൾ അത് സർക്കാരുകൾക്കുണ്ടാക്കുന്നതല്ല. പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാണുള്ളത്. കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും സംയുക്ത അധികാര പരിധിയിൽ വരുന്ന വിഷയമാണ്. മാത്രമല്ല, വിദ്യാഭ്യാസ പദ്ധതിയിൽ നടപ്പാക്കുക എന്ന് പറയുന്നത് അത് മറ്റു കാര്യങ്ങളിൽ അതിൻ്റെ പ്രയോജനം സാധാരണക്കാർക്കൊക്കെ ലഭിക്കുന്നതാണ്, കൃഷിയും ആരോഗ്യവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യത്തിൽ. പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതൊരു തലമുറയെ തന്നെ മാറ്റുന്നതാണ്. അത് കാവ്യവൽക്കരണത്തിനും RSS വൽക്കരണത്തിനും ഊന്നൽ നൽകുന്ന ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള വളഞ്ഞ വഴിയാണ് എന്നാണ് നേരത്തെ CPIയും നേതൃത്വവും ആ നിലയിലുള്ള എതിർപ്പുകൾ പ്രകടിപ്പിച്ചിരുന്നത്. അത് കാണാതെ, അത്തരം വസ്തുതകൾ കാണാതെയാണ് ഈ CPIയും ഇപ്പോൾ ഇതുമായി മുന്നോട്ട് പോയത് എന്ന വിമർശനമാണ് ഇപ്പോൾ പൊതുവിൽ CPI ഉയർത്തുന്നതും. ഇത് ബി ദിലീപ് കുമാർ പറഞ്ഞതല്ല, ഇത് CPI മാത്രം പറയുന്നതല്ല, ഇത് CPM ആവർത്തിച്ച് പറഞ്ഞു. ഒന്നും രണ്ടും അല്ല, കഴിഞ്ഞ് പോയ ഒരു 4-5 വർഷമായി CPM ആവർത്തിച്ച് ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഭാഷയിൽ പ്രചാരവേല എന്ന മട്ടിൽ പ്രചണ്ഡ പ്രചാരണം നടത്തിയതാണ്. ഇത് കമ്മ്യൂണലൈസേഷനാണ്, ഇത് കൊമേഴ്സ്യലൈസേഷനാണ് എന്നൊക്കെ 3 C ഒക്കെ വെച്ചുകൊണ്ട് PM ഡെമോക്രസി ലേഖനമടക്കം വെച്ചുകൊണ്ട് പ്രഭാത് പട്നായിക്കിന് പഠനസമിതി റിപ്പോർട്ടടക്കം വെച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ ഹിന്ദുത്വ കാര്യങ്ങൾ സിലബസിലേക്ക് വരുന്ന UGC നടപടിയിലൊക്കെ വേറെ കമ്മീഷനെ വെച്ചുകൊണ്ട് അങ്ങനെ പോയ 5 വർഷങ്ങളിൽ CPM നിലപാട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് ഒറ്റയടിക്ക് വിഴുങ്ങി അത് ഒപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്താകും അതിന്റെ രാഷ്ട്രീയ വിശദീകരണം എന്നുള്ള കാര്യം MV ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.